കൊലോസിയർക്ക് എഴുതിയ ലേഖനം, കൊലോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 12-13, 1:12-13. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ച പിതാവ് എന്ന് പറഞ്ഞാൽ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് എന്നെ കൊണ്ടുവന്നു. ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേര് ഡാർക്ക്നെസ്, ഇരുട്ട്. ആ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന്, എന്നിൽ അവകാശം പറഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്നെ ആക്കി വെച്ചിരിക്കുന്ന പിതാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നവർ ആകണം. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വന്ന ഒരു വ്യക്തി, വെളിച്ചമാകുന്ന യേശുവിൽ ആയിത്തീർന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ പഴയ ഇരുട്ടിൽ അല്ല. ഇപ്പോൾ ആ വ്യക്തി വെളിച്ചത്തിലാണ്. എന്താണ് ഈ വെളിച്ചത്തിന്റെ പ്രത്യേകത? വെളിച്ചത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വെളിച്ചം എപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതാണ്. ഇരുട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതാണ്. നമുക്ക് ഇരുട്ടത്ത് ജീവിക്കുന്ന പോലെ അല്ല, ഇരുട്ടത്ത് നമ്മൾ നടക്കുന്ന പോലെ അല്ല വെളിച്ചത്തിൽ നമ്മളായിരിക്കുമ്പോൾ. പെട്ടെന്ന് കരണ്ട് പോകുമ്പം നമ്മളിങ്ങനെ തപ്പുന്ന നമ്മൾ, പെട്ടെന്ന് കരണ്ട് വന്നാൽ നമ്മുടെ സ്പീഡ് അങ്ങ് കൂടും. അപ്പം വെളിച്ചം എപ്പോഴും നമ്മുടെ വേഗതയെ വർദ്ധിപ്പിക്കും. വെളിച്ചം എപ്പോഴും നമ്മുടെ സാഹചര്യത്തെ മാറ്റും. വെളിച്ചം നമുക്ക് തരുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. വെളിച്ചം ഉണ്ടെങ്കിൽ അതിനകത്തൊരു സ്വാതന്ത്ര്യമുണ്ട്. കാണാനുള്ള സ്വാതന്ത്ര്യം, നോക്കാനുള്ള സ്വാതന്ത്ര്യം, കണ്ട് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അനുഭവിക്കാൻ കംപ്ലീറ്റ് ഒരു ഫ്രീഡം ആ മേഖലയിൽ നമുക്ക് വെളിപ്പെടും. നോക്കിയേ, യേശു ക്രിസ്തു നമുക്ക് തരുന്ന ലൈഫ്, ജീവിതം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതമാണ്. ഇരുട്ടിന്റെ അധികാരത്തിന്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. യോഹന്നാന്റെ സുവിശേഷം 8:36 വചനത്തിൽ എഴുതിയിട്ടുണ്ട്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഹല്ലേലൂയ. പുത്രനായ യേശുവിന് മാത്രമേ ആ നിലയിലൊരു സ്വാതന്ത്ര്യം നമുക്ക് വരുത്താൻ കഴിയത്തുള്ളൂ. ഇന്നിപ്പോ ഇവിടെ ഒരു വിടുതലിന് ശുശ്രൂഷ നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ഇൻസ്റ്റന്റായ ഒരു ഡെലിവറൻസ് നിങ്ങളിൽ സംഭവിക്കുന്നതിനപ്പുറമായി നിങ്ങളുടെ ജീവിതം ഒരു വിടുതലായി മാറുകയും നിങ്ങളിലൂടെ അനേകർ വിടുവിക്കപ്പെടുകയും വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റണം. ഞാൻ പറയാം, സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരാൾക്ക് മാത്രമേ മറ്റൊരു വ്യക്തിയെ സ്വതന്ത്രനാക്കാൻ കഴിയുകയുള്ളൂ. ഞാനിവിടെ ശുശ്രൂഷിക്കാനായി നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനായി, ഭയങ്കര മാനസിക വ്യഥയോടെ, വളരെ ദുഃഖത്തോടെ, നിരാശയോടെ, ഒരു ബന്ധനത്തിൻ്റെ അവസ്ഥയിൽ നിന്നാണ് ഞാനിവിടെ മിനിസ്റ്റർ ചെയ്യുന്നെങ്കിൽ ഒരിക്കലും നിങ്ങളെ എനിക്ക് സ്വതന്ത്രരാക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. ആത്മാവിൽ ഞാനൊരു വലിയ ഫ്രീഡം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല നിലയിൽ ശുശ്രൂഷിക്കാനും നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യം കൽപ്പിക്കാനും കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം, യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ അവകാശങ്ങൾ, ഇന്ന് പകൽ നാം തിരിച്ചറിയണം. അത് കേവലം ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമാണോ?
നമ്മുടെ ആൾക്കാരുടെ ചിന്ത ആ വ്യക്തിയിലാണ് ഇതെല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പാസ്റ്ററിലാണ്, ആ ബ്രദറിലാണ്. ആ ബ്രദർ ഒന്ന് തൊട്ടാൽ, ആ വ്യക്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ, ആ വ്യക്തിയുടെ അടുക്കൽ ഒന്ന് ചെന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശു, ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവ്, അവൻ മുഖപക്ഷം ഇല്ലാത്ത ദൈവമാണ്. ഹല്ലേലൂയ. അവന് ഉയർന്നവനെന്നില്ല, അവന് താണവനെന്നില്ല, അവന് പണ്ഡിതനെന്നില്ല, പാമരനെന്നില്ല, വിദ്യാരഹിതനെന്നോ വിദ്യാസമ്പന്നനെന്നോ ഇല്ല. എൻ്റെ കർത്താവായ യേശു ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരെ എന്നെ പോലെ തന്നെ അവൻ നിങ്ങളെയും സ്നേഹിക്കുന്നവനാണ്. പക്ഷേ വി ആർ ഇഗ്നറന്റ് സം ഏരിയാസ്. നമ്മൾ ചില ഏരിയകളിൽ അജ്ഞരാണ്. ഒരു ഉദാഹരണം പറഞ്ഞാല്, എന്തിയെ കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം, ഇവിടെ എനിക്ക് കുടിക്കാനായിട്ട് ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇവരെനിക്ക് കുടിക്കാൻ വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന വെള്ളമാണ്. അപ്പം ഞാൻ കുറച്ച് സമയം മെസ്സേജ് എല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേനും എനിക്ക് ദാഹം വരും, അല്ലെങ്കിൽ എൻ്റെ തൊണ്ടയ്ക്ക് ഒരു വരൾച്ച പോലെ വരുമ്പം ഞാൻ ഈ വെള്ളം എടുത്തങ്ങോട്ട് കുടിക്കാൻ തുടങ്ങുമ്പോൾ സന്തോഷ് ബ്രദർ പറയുക, പക്ഷേ അതെ കുടിക്കുന്നേ കൊള്ളാം, 10 രൂപയാണ് അതിന്. പെട്ടെന്ന് എന്നോട് പറയുക, എനിക്ക് എന്നാ ഉണ്ട്, ദാഹമുണ്ട്, എനിക്ക് വെള്ളം കുടിച്ചേ ഒക്കുള്ളൂ. പക്ഷേ ഞാൻ ആ വെള്ളം എടുത്ത് കുടിക്കാനായി ആഗ്രഹിച്ചിറങ്ങുമ്പം ഒരാൾ അതിന് വന്നൊരു വില പറഞ്ഞു. 10 രൂപയാണ് അതിന്റെ വില. അപ്പൊ എന്റെ ദാഹം കൊണ്ട് ഞാൻ എന്നാ ചെയ്യും, ബ്രദറെ തന്നേക്കാം കേട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ ആ പൈസ എടുത്ത് അന്നേരെ കൊടുത്ത് ആ വെള്ളം എടുത്ത് കുടിക്കാനായി ഞാൻ ചിന്തിക്കും. ഇത് തന്നെയാ പിശാചും ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇതെനിക്ക് സൗജന്യമല്ലേ, ഇതിനെനിക്ക് വല്ല പൈസയും കൊടുക്കണോ? ഇത് ചർച്ചിനകത്തിരുന്ന ഹീറ്ററിനകത്ത് നിന്ന് അവർ ആ വെള്ളം എടുത്ത് എനിക്ക് കുടിക്കാൻ വേണ്ടി എനിക്ക് അവകാശപ്പെട്ട എൻ്റെ വെള്ളമായത്. ദിസ് ഈസ് മൈ ഇൻഹെറിറ്റൻസ്. ഇത് എനിക്കുള്ളത്, എനിക്ക് കുടിക്കാനായി വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഇതിൻ്റെ ഇടയിൽ വന്ന് എൻ്റെ ബുദ്ധിയെ ഡൈവേർട്ട് ചെയ്ത് എൻ്റെ അവകാശത്തെ മറച്ചു കളയുന്ന ഒരു ശത്രുവുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, പിശാച് മഹാകള്ളനാണ്, അവൻ തന്ത്രശാലിയാണ്. ക്രിസ്തുവിൽ നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്, ക്രിസ്തുവിൽ നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു നന്മയുണ്ട്, ക്രിസ്തുവിൽ നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു പദവിയുണ്ട്. പലപ്പോഴും പിശാച് നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് പലതും കൊണ്ടുവന്ന് അതിന് വില പറയാറുണ്ട്. നീ അങ്ങനെ ചെയ്യാമെങ്കിൽ, സത്യല്ലേ? പക്ഷേ നീ ആ ചുമടും എടുക്കണ്ട, നീ മലയും കയറണ്ട, നീ കുരിശും ചുമക്കണ്ട, കർത്താവ് നിനക്ക് വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തു തരുന്ന രക്ഷ അത് സൗജന്യമാണ്. സ്തോത്രകാഴ്ച ഇടുന്നവന് മാത്രമേ രക്ഷ ലഭിക്കൂ എന്ന് ബൈബിളിലില്ല. പക്ഷെ രക്ഷിക്കപ്പെട്ടവൻ സ്തോത്രകാഴ്ച ഇടും. ഹല്ലേലൂയ. സ്നാനപ്പെട്ടവന് മാത്രമേ, കർത്താവിലേക്ക് വന്നവന് മാത്രമേ, അല്ലെങ്കിൽ ദശാംശം കൊടുക്കുന്നവന് മാത്രമേ ഇതുണ്ടെന്നല്ല ബൈബിളിൽ എഴുതിയിരിക്കുന്നേ. എന്നാണെന്ന് കർത്താവിന്റെ വചനത്തിൽ നിന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം എടുത്തേ, കൂടെ അതൊന്ന് വായിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്ന നല്ലതാ. 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് പിതാവായ ദൈവം തന്റെ പുത്രനെ അയച്ചതൊരു മതം ഉണ്ടാക്കാനാണോ? ഒരിക്കലുമല്ല. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകാൻ അധികാരം നൽകിയിരിക്കുന്നു. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാത്താന്റെ സന്തതി ദൈവത്തിന്റെ സന്തതിയായി മാറുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇരുട്ടിൽ നിന്ന് അവൻ എവിടേക്ക് വരുന്നു? വെളിച്ചത്തിലേക്ക് വരുന്നു. ഈ ഒരു മാറ്റം, ഈ ഒരു പുതിയ ജീവിതം ആസ്വദിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദാറ്റ്സ് എ ന്യൂ ലൈഫ്. അതൊരു പുതിയ ജീവിതമാണ്. അതാ പൗലോസ് പറഞ്ഞേ, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും, ശകലമല്ല സകലവും അവനിൽ പുതുതായി. അതൊരു പുതിയ ലൈഫാ. എന്നാൽ ആ പുതിയ ജീവിതത്തെ പലർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഒക്കത്തില്ല. നിങ്ങളുടെ കൂടെ നടന്നവർ, നിങ്ങളുടെ കൂടെ കളിച്ചവർ, നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ കോളേജിൽ ഇരിക്കുന്നവർ, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ, ആ പുതിയ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എന്നോടൊപ്പം പഠിച്ച എൻ്റെ കൂട്ടുകാർ പറഞ്ഞു അവന് ഭ്രാന്താന്ന്. അവര് പറയുന്ന ഭ്രാന്താണ് യേശു എനിക്ക് തന്ന പുതിയ ജീവിതം.
ശബ്ദം ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലവും അവനിൽ പുതുതായി. ഓ ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നു, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യം, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ദിവ്യ സ്വഭാവത്തിന് ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഡിവൈൻ നേച്ചർ എന്ന, ദൈവത്തിന്റെ ആ ദിവ്യ സ്വഭാവം കണ്ടോ. We are the partakers of the divine nature. ദൈവത്തിന്റെ ആ സ്വഭാവത്തിന് നമ്മൾ എന്നായി മാറി? കൂട്ടവകാശികളായി മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മാറണം. ഹല്ലേലൂയ. നമ്മെ വിളിച്ചവനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്, തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും നമ്മെ വിളിച്ചവൻ അവൻ മഹത്വമുള്ളവനാണ്, അവൻ വീര്യമുള്ളവനാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് ശക്തനാണ്. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ നമ്മൾ ആരായി മാറി? ദൈവത്തിന്റെ മക്കളായി മാറി. അതെങ്ങനെ സംഭവിക്കും? വാസ്തവത്തിൽ നിങ്ങൾ ആരുടെ മക്കളാ? ആരുടെ മക്കളായിരുന്നു? ഇപ്പൊ ഒരു 15 കൊല്ലം മുമ്പാ ചോദിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഒരു 20 കൊല്ലമാ ചോദിച്ചെങ്കിൽ, ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും പേര് പറഞ്ഞേനെ, ഞാൻ എൻ്റെ വീട്ടുപേര് പറഞ്ഞേനെ, ഞാൻ ഇന്നാടെ മോളാ, ഇന്നാടെ മകനാ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ മകനാന്ന് പറയോ? നെവർ. ഞാൻ പറയത്തില്ല. കാരണം എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ ജനിച്ചു, ഞാൻ ആ വീട്ടിൽ വളർന്നു, അവര് തന്നത് കഴിച്ചു, അവര് നൽകിയ വിദ്യാഭ്യാസം, അവര് വളർത്തിയ സാഹചര്യം, അവരാണ് എൻ്റെ മാതാപിതാക്കൾ ലോകപരമായി. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ലൈഫിൽ ഞാൻ യേശുവിനെ കണ്ടെത്തി, അല്ലെങ്കിൽ യേശു കർത്താവ് എൻ്റെ ആത്മാവിലേക്ക് വന്നു. ദൈവമാരാ? ശമരിയക്കാരി സ്ത്രീയോട് യേശു കർത്താവ് യോഹന്നാൻ 4-ൽ പറഞ്ഞു, ദൈവം ആത്മാവാകുന്നു. ഹല്ലേലൂയ. ആത്മാവായ ദൈവം എവിടേക്കാ വരുന്നതെന്നറിയാവോ? എൻ്റെ ആത്മാവിലേക്കാണ്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എന്ന് പറയുന്നത് ഈ പുറമേ കാണുന്ന ഈ ശരീരമാണ്, ഈ സ്കിൻ, ഈ ജഡം, ഇതാണ് ദേഹം. ഹല്ലേലൂയ. ഈ ദേഹം ഒരിക്കൽ മണ്ണോട് ചേരും. ഇത് മണ്ണാണ്. മണ്ണിൽ നിന്ന്, നിലത്തെ പൊടിയിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ഇത് പൊടിയോടങ്ങ് പിടിക്കും ഒരു ദിവസം. അതാണ് ദേഹം. എന്നാൽ ഇതിനകത്തൊരു ദേഹിയുണ്ട്. ആ ദേഹി എന്നാന്നറിയാമോ? മനോ വികാര ഇച്ഛകൾ, ചിന്താശക്തി തരുന്നത്, എൻ്റെ ഇമോഷണൽ ഫീലിങ്സ്, എൻ്റെ വികാരങ്ങൾ, എൻ്റെ മനോ വികാര ഇച്ഛകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് എൻ്റെ ദേഹി. എന്നാൽ ദേഹത്തിനും ദേഹിക്കുമകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരാളുണ്ട്. അതാണ് ദൈവം പകർന്ന അവന്റെ ജീവൻ, അവന്റെ ആത്മാവ്. യേശു ദൈവം ഇപ്പോൾ എവിടെയാണ്? എന്നിൽ എവിടെയാണ്? എൻ്റെ ആത്മാവിലാണ്. കാരണം അവൻ ആത്മാവിന്റെ ഉടമസ്ഥനാണ്. ആമേൻ. അതുകൊണ്ടാണ് മർക്കോസ് 8:36 യേശു പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ അവൻ നഷ്ടമാക്കുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? കാരണം ദേഹിയും നശിക്കും, ദേഹവും ഒരിക്കൽ നശിക്കും. പക്ഷെ നശിക്കാത്ത ഒന്ന്, ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത ഒന്ന് എൻ്റെ അകത്തുണ്ട്. അത് എൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ആ ആത്മാവിനാണ് ഏറ്റവും വിലയുള്ളത്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നമ്മൾ ഈ പുറമേ കാണുന്ന ഈ പെയിന്റ് അടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ശരീരം ഇല്ലേ, ഭംഗി പിടിപ്പിച്ച് മോടി പിടിപ്പിക്കുന്ന ഈ ശരീരം, ഞാൻ പറയട്ടെ, ഈ ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് പോയാലുണ്ടല്ലോ, 1500 ബ്യൂട്ടി പാർലറിൽ പോയതാണേലും
ലോകത്തുള്ള മുഴുവൻ അത്തറിൽ നീ കുളിച്ചു നടന്ന ആളാണെങ്കിലും ആത്മാവ് നിന്റെ അകത്തുനിന്ന് പോയാൽ നിന്റെ ജഡം നാറും. മനസ്സിലായോ? എത്ര സ്നേഹനിധിയായ ആളാണെങ്കിലും നിന്നെ കൊണ്ടുപോയി അടക്കിയിരിക്കും. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഇപ്പം മരിച്ചാൽ അവരുടെ കണ്ണ്, അവരുടെ കിഡ്നി, അവരുടെ ഹൃദയമൊക്കെ അവർ ദാനം ചെയ്യുന്നുണ്ട്. 2 മണിക്കൂറിനകത്ത് 3 മണിക്കൂറിനകത്ത് സാധനം എത്തിക്കേണ്ടിടത്ത് എത്തിച്ചാൽ വേറൊരാളൊക്കെ അത് ഫിറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ആത്മാവ് എന്നിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ മരിക്കും. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, നിന്റെ കണ്ണ് നിന്റെ ആത്മാവിന് ഇടർച്ച വരുത്തുമെങ്കിൽ, നിന്റെ കണ്ണിന്റെ കുഴപ്പം കാരണം നിന്റെ ആത്മാവ് നരകത്തിൽ പോവുമെങ്കിൽ ആ കണ്ണ് നിനക്ക് ഇല്ലാതിരിക്കുന്നതാ നല്ലത്. യേശു പറഞ്ഞൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നിന്റെ കണ്ണിനേക്കായാലും നിന്റെ അവയവങ്ങളെക്കായാലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നിന്റെ ആത്മാവ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വിചാരിച്ച് നമ്മുടെ പുറമേയുള്ള ശരീരമാണ്, നമ്മുടെ അവയവങ്ങളാണ്, നമ്മുടെ മസിലാണ് വലുതെന്ന്. നമ്മുടെ ആത്മാവ് നമ്മളിൽ നിന്ന് ദൈവം തിരിച്ചെടുത്താൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടും, നമ്മൾ മരണമടയും. പിന്നെ ഈ കണ്ണുകൊണ്ടോ ഈ ഹൃദയം കൊണ്ടോ ഒന്നും ഒരു പ്രയോജനമില്ല. എന്നാൽ കണ്ണില്ലാത്ത ഒരുത്തൻ അവിടെ ഉണ്ടെന്നിരിക്കട്ടെ, കണ്ണില്ലാത്തൊരുത്തൻ, പക്ഷെ അവൻ ആത്മാവുണ്ട്, അവൻ മരിച്ചിട്ടില്ല, അവൻ ജീവനുള്ള ആളാ, പക്ഷെ അവന് കണ്ണില്ല. ആ മനുഷ്യന് ഈ മരിച്ചവന്റെ കണ്ണെടുത്തോണ്ട് പോയി ഫിക്സ് ചെയ്താൽ ഇന്ന് കാണാൻ പറ്റുമെന്നാണ് മെഡിക്കൽ സയൻസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ജീവനേക്കാൾ വലുതാണ് ആത്മാവ്, ദേഹിയേക്കാൾ വലുതാണ് ആത്മാവ്, ദേഹത്തേക്കാൾ വലുതാണ് ആത്മാവ്. ആമേൻ. ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവയവങ്ങൾ കൊണ്ടൊരു പ്രയോജനമില്ല. പക്ഷെ ആത്മാവ് നഷ്ടപ്പെട്ടവന്റെ അവയവം ആത്മാവുള്ളവനെ കൊണ്ട് പിടിപ്പിച്ചാൽ അവനത് വർക്ക് ചെയ്യും. ഹലോ, അങ്ങനെയാണെങ്കിൽ നാം ഭയങ്കരമായി കാണുന്ന പലതുമല്ല ഭയങ്കരം. ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാള് നിങ്ങളുടെ അകത്തുണ്ട്, നിങ്ങളുടെ അകത്ത മനുഷ്യൻ. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് അത് എഴുതിയിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചാലും ക്ഷീണിച്ചാലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ അവൻ ബലം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഇനി കേട്ടോണം, അകമയുള്ള ആത്മാവിന്റെ ഒരുക്കമാണ് നിന്റെ ജഡത്തിന്റെ ഒരുക്കം. യേശു ക്രിസ്തു പറഞ്ഞു, നിന്റെ ജഡം ബലഹീനമെങ്കിലും ആത്മാവ് ഒരുക്കമുള്ളത്. ഞാൻ ഉറപ്പായി പറയുന്നു, ആത്മാവ് ഒരുക്കമുള്ളതാണെങ്കിൽ ജഡം ബലപ്പെട്ടിരിക്കും. വായിക്കാമോ? 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 23 മുതലുള്ള വാക്യം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. വായിച്ചോ. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗി എല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂവ് തീർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. രണ്ടാം അധ്യായം 2-ാം വാക്യം വായിച്ച്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുകയും. ഞാനതൊന്ന് പറഞ്ഞു വിടാം. എൻ്റെ ആത്മാവിലേക്ക് യേശു എങ്ങനെ വന്നു? ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. കെടുന്ന ബീജത്താലല്ല. ഒരു പുരുഷ ബീജം നിമിത്തമാണ് ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർ ഇൻക്ലൂഡിങ് മീ എല്ലാവരും ജനിച്ചിരിക്കുന്നത്. പക്ഷേ ആ ബീജത്താൽ ജനിച്ച മനുഷ്യന്റെ പ്രത്യേകത 70 വയസ്സ്, 60 വയസ്സ്,
80 വയസ്സ്, അത്രേ ഉള്ളൂ. അതിനകത്ത് തീരും. അത് കെടുന്ന ബീജമാ, അത് നഷ്ടപ്പെടുന്നതാ. പക്ഷേ ബൈബിൾ പറയുന്നു കെടാത്ത ഒരു ബീജമുണ്ട്. കെടുന്ന ഒരു ബീജത്താലാണ് ഞാൻ ജനിച്ചത്. 70, 80, 120 മാക്സിമം, അതിനപ്പുറം പോകത്തില്ല. ഹല്ലേലൂയ. ദൈവം ആയുസിന്റെ ഉടമസ്ഥന് ആയുസ് തരും. പക്ഷേ മണ്ണോട് മണ്ണ് ഈ ശരീരം ചേർന്നാലും ചേരാത്ത ഒരാത്മാവുണ്ട്. ഹല്ലേലൂയ. നോക്കിയേ, ദൈവത്തിന്റെ വചനമാകുന്ന ബീജം. വചനം എന്ന് പറഞ്ഞ എന്നാ? വചനം എന്ന് പറയുന്നത് കയ്യിൽ അച്ചടിച്ച് കിട്ടിയ ഒരു ബുക്കല്ല. അത് വായിക്കാൻ കഴിയുന്നതിനായി സ്തോത്രം. അങ്ങനെ ഒരു ബുക്ക് കിട്ടിയതിനായി സ്തോത്രം. സത്യവേദ പുസ്തകത്തിനായി സ്തോത്രം. പക്ഷെ വചനമാരാ? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് പറഞ്ഞാൽ, ദൈവവചനം നിന്റെ കർണപുടങ്ങൾക്കകത്തൂടെ കയറി നിന്റെ ഹൃദയത്തിനകത്ത്, നിന്റെ അകത്ത മനുഷ്യനകത്ത്, നിന്റെ അകത്തെ ആത്മാവിനകത്ത്, നിന്റെ അകത്ത നിഗൂഢ മനുഷ്യനിലേക്ക് ഇതിനകത്തൂടെ കയറിയ വചനം അകത്ത മനുഷ്യനിൽ വന്ന് വീണപ്പോൾ നിന്റെ ആത്മാവിനുണ്ടായ രൂപാന്തരമാണ്. നിന്റെ ആത്മാവിലേക്ക് യേശു വന്നപ്പോൾ ഉണ്ടായ മാറ്റമാണ്. നിന്റെ ആത്മാവിലേക്ക് യേശു വന്നപ്പോൾ നിന്റെ ആത്മാവിന് ലഭിച്ച ജീവനാണ് വീണ്ടും ജനനം. ഹല്ലേലൂയ. എന്റെ അപ്പനും അമ്മയും എന്നെ ജനിപ്പിച്ചു. കൊട്ടാരക്കരയിൽ ഞാൻ ജനിച്ചു. കൊട്ടാരക്കരയിലുള്ള ഒരു മനുഷ്യന് ഞാൻ ജനിച്ചു. ഞാൻ കൊട്ടാരക്കരക്കാരനായി മാറി. ഞാൻ എവിടെയാണോ, ഏത് ദേശത്തുള്ള മനുഷ്യന് ആണോ ജനിച്ചത്, ഞാൻ അവിടുത്തുകാരനാണ്. 2, ഞാൻ ഏത് വീട്ടിലാണോ ജനിച്ചത്, ഞാൻ ആ ഭവനക്കാരനാണ്, ഞാൻ ആ കുടുംബക്കാരനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അങ്ങനെ ജനിച്ച് ജീവിച്ച എനിക്ക് വീണ്ടും ജനനം പ്രാപിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു. നിങ്ങൾക്കും അത് ലഭിച്ചു. വായിച്ച യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യം. ജോൺ ചാപ്റ്റർ 3. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, പുതുതായിട്ട് നീ ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ, ആ വേർഡിനായിട്ട് യേശുവിന് സ്തോത്രം. പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞ് മാത്രം അവിടെ നിർത്തിയിരുന്നെങ്കിൽ പുള്ളി പരീശനായോണ്ടാ പറഞ്ഞെന്ന് പറയായിരുന്നു. പക്ഷെ അവിടെ പദം ഉണ്ടല്ലോ, ആർക്കും. നിങ്ങൾ ഏത് വ്യക്തിയാണെങ്കിലും, ഏത് മതമാണെങ്കിലും, ഏത് സഭക്കാരനാണെങ്കിലും സഭക്കാരിയാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ച ആളാണെങ്കിലും, നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ദൈവത്തിന് കൊച്ചുമക്കളില്ല, മക്കള് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് കൊച്ചുമക്കൾ എന്ന കൺസെപ്റ്റ് ഇല്ല. എൻ്റെ അപ്പനും അമ്മയും വിശ്വാസിയായോണ്ട് ഞാൻ വിശ്വാസി. നോ, ദൈവത്തിന് കൊച്ചുമക്കളില്ല, മക്കളെ ഉള്ളൂ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള അധികാരം ദൈവം നൽകുന്നു. നിക്കോദിമോസിന് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാത്ത ആർക്കും, പറഞ്ഞ ആർക്കും ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ല. എന്തുവാ ദൈവരാജ്യം? ബൈബിൾ പറയുന്ന ദൈവരാജ്യം ഭക്ഷണമല്ല, ദൈവരാജ്യം പാനീയമല്ല, ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ക്രിസ്തു യേശുവിലുള്ള നീതി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ക്രിസ്തു യേശുവിനുള്ള സമാധാനം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലായി തീരണം. അങ്ങനെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലായി തീരാൻ കഴിയണമെങ്കിൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കണം. പത്രോസ് പറയുന്ന പോലെ, തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും നമ്മെ വിളിച്ച ദൈവം നമ്മുടെ ജീവനും നമ്മുടെ ഭക്തിക്കും
വേണ്ടതൊക്കെയും അവൻ പ്രദാനം ചെയ്തിരിക്കുന്നു. തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു, സ്തോത്രം, നാം അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളായി. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിന്റെ ഭവനക്കാരനാണ്, അവൻ ദൈവ സ്വഭാവമുള്ളവനാണ്. എന്റെ ആത്മാവിലേക്ക് യേശു വന്ന കാരണം കൊണ്ട്, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ച കാരണം കൊണ്ട്, ആമേൻ, അവൻ എന്റെ പിതാവായി മാറി. ഞാൻ സ്വർഗത്തിന്റെ ഭവനത്തിന്റെ അവകാശിയായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ജനിച്ച കാരണം കൊണ്ട് ഞാനിപ്പോൾ ദൈവ ഭവനക്കാരനാണ്. മക്കളെ, നിങ്ങൾ ഈ വെളിപ്പാട് ഏറ്റെടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, സ്തോത്രം, എന്നും ശത്രു ഒരു ഭീഷണിയായിരിക്കും. നിങ്ങൾ ഈ വെളിപ്പാട് ഏറ്റെടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്നും നിരാശരായിരിക്കും. നിങ്ങളുടെ അകത്ത് ഈ ചിന്ത വന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് ഒരർത്ഥവും ഇല്ല. ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ വന്നതല്ല നിങ്ങളുടെ ഭാഗ്യം, നിങ്ങൾ ദൈവ ഭവനക്കാരായി മാറുന്നതാണ് നിങ്ങളുടെ ഭാഗ്യം. ഹല്ലേലൂയ. നിങ്ങൾ എപ്പോഴും ഓർത്തോണം, എന്നെ വീണ്ടും ജനനത്തിലേക്ക് നയിച്ചത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. അത് പ്രസംഗിച്ച ആളൊരു മുഖാന്തരമായി. ജിനു പാസ്റ്റർ അല്ല തന്റെ മഹത്വത്താലും വീര്യത്താലും എന്നെ വിളിച്ചത്. ആമേൻ. തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും എന്നെ വിളിച്ചത് ജീവനുള്ള ദൈവമാണ്. ആ ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ് എന്റെ അകത്ത് വന്നത്. അങ്ങനെയാണ് ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചത്. ആരാണോ എന്നെ ജനിപ്പിച്ചത്, ഞാൻ ജനിപ്പിച്ചവന്റെ സ്വഭാവം കാണിച്ചിരിക്കും. ഹല്ലേലൂയ. ഒരു പെന്തക്കോ സഭയിൽ പോയ കാരണം കൊണ്ട് നീ വീണ്ടും ജനിച്ചതാന്ന് പറയാൻ കഴിയത്തില്ല. നിനക്ക് പാസ്റ്റർ എന്നൊരു ടൈറ്റിൽ ഉള്ളത് കൊണ്ട് താങ്കൾ വീണ്ടും ജനിച്ചതാന്ന് പറയാൻ കഴിയത്തില്ല. സഹോദരി സഹോദരി എന്നെല്ലാരും വിളിക്കുന്ന കാരണം കൊണ്ട് നീ വീണ്ടും ജനിച്ചതാന്ന് പറയാൻ കഴിയത്തില്ല. കൈകൊട്ടുന്ന കാരണം കൊണ്ടോ, സ്തോത്രം പറയുന്ന കാരണം കൊണ്ടോ, ആ പാട്ടിന്റെ വരി പിന്നെയും പാടുന്ന കാരണം കൊണ്ടോ, വർഷിപ്പ് ലീഡ് ചെയ്യുന്ന കാരണം കൊണ്ടോ നീ വീണ്ടും ജനിച്ചതാന്ന് പറയാൻ കഴിയത്തില്ല. വീണ്ടും ജനനം പ്രാപിച്ചവന്റെ പ്രത്യേകത വിശുദ്ധ ബൈബിൾ പറയുന്നു, he is carrying the divine nature of God. അവന്റെ ദിവ്യ സ്വഭാവം അവനിൽ ഉണ്ടാവും. ജനിച്ചവൻ ജനിപ്പിച്ചവന്റെ സ്വഭാവം കാണിക്കുന്നില്ലെങ്കിൽ നീ എഴുതി വെച്ചോണം, നീ ഇനിയും അറിയാനുണ്ട്, നീ ഇനിയും മാനസാന്തരപ്പെടാനുണ്ട്, നീ ഇനിയും കൃപയിലേക്ക് വരാനുണ്ട്. അല്ല, നീ ആഴമായി ഒന്ന് ആത്മാവിൽ വീണ്ടും ജനിക്കാനുണ്ട്. ഐ ആം ടെല്ലിംഗ് ട്രൂത്ത്. നാം അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശികളായി. ദ ഡിവൈൻ നേച്ചർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വഭാവം എന്നാ? ഒന്നാമത് അവന്റെ സ്വഭാവം സ്നേഹമല്ലേ? ഈ സ്നേഹമില്ലായ്മ കാണിക്കുന്ന പാര പണിയുന്നവൻ വീണ്ടും ജനിച്ചതാണോ? നായ്ക്ക് നീ ജനിച്ചതാന്നേ കുരയ്ക്കണം, സിംഹത്തിനാ നീ ജനിച്ചെങ്കിൽ ഗർജിക്കണം. നീ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണെങ്കിൽ അവന്റെ സ്വഭാവം കാണിക്കണം. ദൈവത്തിന്റെ സ്വഭാവത്തിൽ നമ്പർ 1 സ്നേഹമാണ്. 2 ക്ഷമിക്കുന്ന മനസ്സ്. 3 കരുതുന്ന ഹൃദയം. 4 ബോൾഡ്നെസ്, ധൈര്യം. ഇളകുന്ന തിര കണ്ടാലോ, ചെങ്കടൽ കണ്ടാലോ, ശത്രുവിനെ കണ്ടാലോ, സൈന്യത്തെ കണ്ടാലോ ഒന്നും ദൗത്യം നിർത്തിയേച്ച് പുറകോട്ട് പോകുന്നവനല്ല ദൈവം. അവന്റെ മക്കൾക്കും ആ ഒരു ധൈര്യം, ആ ഒരു ബലം ഉണ്ടാകണം. ഹല്ലേലൂയ. അവന്റെ സ്വഭാവമാ സൗഖ്യം തരുന്ന സ്വഭാവം. അവന്റെ സ്വഭാവമാ കരുണ കാണിക്കുന്ന സ്വഭാവം. ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ എപ്പോഴും ചിന്തിച്ചോണം, എൻ്റെ ഉള്ളത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആ കാര്യം അവരോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ, എൻ്റെ യേശു ഇങ്ങനെ ചെയ്യുമോ? അവനാണല്ലോ ഒന്നാമത്തെ പുത്രൻ. ഈ ആത്മീയ ഭവനത്തിൽ പുതിയ നിയമത്തിലെ പുത്രൻ അവനാണ്. 2-ാം ആദം. ഹല്ലേലൂയ. ആദ്യത്തെ പുത്രൻ ദൈവത്തിന്റെ കരത്താൽ സൃഷ്ടിച്ച മകൻ പിശാചിന് വശംവദനായെങ്കിൽ, പാപത്തിലേക്ക് പോയെങ്കിൽ, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി
പാപത്തെയും പിശാചിനെയും ജയിച്ച് ജയാളിയായ ഒരു പുത്രൻ ആമീൻ ഉണ്ടായതുകൊണ്ടാ പൗലോസ് പറഞ്ഞത് നിങ്ങൾ അവന്റെ അനുകാരികളായി തീരുവാൻ, തന്റെ പുത്രന്റെ സാദൃശ്യത്തിന് സ്വരൂപമുള്ളവരായി തീരുവാൻ. സ്തോത്രം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കി ഓടാൻ പറഞ്ഞതിന്റെ കാരണം അതാ. യേശുവിന്റെ നേച്ചർ, ആ ധൈര്യം, ആ കറേജ് നമ്മിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, we will overcome that. Our God is almighty. നമ്മൾ ദൈവഭവനക്കാരനാ, നമ്മൾ ദൈവഭവനക്കാരിയാ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വളർന്ന നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ അപ്പന് നിങ്ങൾക്ക് നോട്ട്ബുക്ക് മേടിച്ചു തരാനും ട്യൂഷന് വിടാനും നിങ്ങൾക്ക് വേണ്ടുന്ന ക്രമീകരണങ്ങളെല്ലാം ചെയ്യാനും അദ്ദേഹം മനസ്സ് കാണിച്ചു. ദാറ്റ് ഈസ് ഹിസ് റെസ്പോൺസിബിലിറ്റി. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഏത് ഭവനത്തിലാണോ വളർന്നത്, ജനിച്ചത്, എൻ്റെ അപ്പന് എന്നെ വളർത്താൻ, എന്നെ ജനിപ്പിച്ചവന് എന്നെ കെയർ ചെയ്യാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെയാണ് ഇതേ വിശ്വാസം നിങ്ങളുടെ അകത്തുണ്ടാകണം. ഞാൻ വീണ്ടും ജനിച്ചു, ഞാൻ യേശുവിന്റെ പൈതലായി മാറി, സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാണ്. എന്നെ കുറിച്ച് ഉത്തരവാദിത്തമില്ലാത്തൊരു അപ്പനല്ല എനിക്ക് സ്വർഗത്തിലുള്ളത്. എന്നെ കുറിച്ച് ഉത്തരവാദിത്തമുള്ള ഒരു അപ്പൻ തന്നെയാ എനിക്ക് സ്വർഗത്തിലുള്ളത്. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചവർക്ക് ആ ഒരു ഉറപ്പ് വേണം. ആമേൻ. സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാ, ഞാൻ അവന്റെ മകനാ, ഞാൻ അവന്റെ മകളാ. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതുപോലെ ദൈവത്തിന്റെ നേച്ചർ, ദൈവത്തിന്റെ സ്വഭാവം പാപത്തോട് കോംപ്രമൈസ് ചെയ്യുന്ന സ്വഭാവമല്ല. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 15-16 വാക്യത്തിൽ പത്രോസ് പറയുന്നു, സ്തോത്രം, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായിരിക്കുവീൻ. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവീൻ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ, നീ ദൈവത്തിന്റെ മകളാണെങ്കിൽ, നീ ദൈവത്തിന്റെ മകനാണെങ്കിൽ, നിശ്ചയമായിട്ടും നിന്നിൽ നിന്ന് വെളിപ്പെടേണ്ട ഫലവും അത് തന്നെ ആയിരിക്കണം.